കേവലം ഒരു ചിത്രം കാരണം ജീവിതം തകർന്നു പോയ ഒരു സ്ത്രീയുടെ കഥയാണ് ബുധിനി എന്ന് പറയുന്ന ഈ നോവലിൽ കൂടെ സാറാ ജോസഫ് നമുക്ക് വരച്ച് കാട്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോബിൻ ലോറൻസ്. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനലിലെ പ്രധാന സെഗ്മെൻറ്റുകളിലൊന്നായ ബുക്ക് റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഒരു 15 വയസ്സുകാരി, ഒരു ഗോത്രത്തിൽ താമസിക്കുന്ന ഒരു 15 വയസ്സുകാരി ഒരാളെ ഒരു മാല ഇട്ടു എന്ന പേരിൽ ആ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അവരുടെ ജീവിതം ഫുള്ള് മാറി മറിയുന്നു. അവരുടെ ജീവിതം മൊത്തം അവർ നരകതുല്യമായി ജീവിക്കുന്നു. തൻ്റെ നാട്ടിലേക്കോ തൻ്റെ ഗോത്രത്തിലേക്കോ തിരികെ വരാൻ പറ്റാത്തൊരവസ്ഥ, എല്ലാവരുമായി ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥ. അങ്ങനൊരു സ്ത്രീയുടെ കഥ പറയുന്ന ഒരു നോവലാണ് നമ്മളിന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് സാറാ ജോസഫ് എഴുതിയ ബുധിനി എന്ന് പറയുന്ന നോവലിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ നോവലിനൊരു ചരിത്രമുണ്ട്. ആരാണ് ഈ ബുധിനി, എന്താണ് ഈ ബുധിനി, അവർക്ക് എന്താണ് സംഭവിച്ചത്, അതൊന്ന് കേട്ടിട്ട് വരാം. ജാർഖണ്ഡിലെ ധാങ്ബാദ് എന്ന് പറയുന്ന ഒരു കൽക്കരിപ്പാടം, അവിടുത്തെ ഒരു കുഞ്ഞ് ഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ബുധിനി മെയ്ജാൻ. അപ്പോൾ അവരവരുടെ ജീവിതം കുഞ്ഞുനാൾ തൊട്ട് DVC എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ട്, അതായത് ഈ കൽക്കരി കുഴിച്ചെടുക്കുന്നത്. ഇവരുടെ ഗോത്രം എന്ന് പറയുന്നത് സാന്താൾ ഗോത്രമാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ചരിത്രത്തിലൊക്കെ ഒരുപാട് വിപ്ലവ കഥകളുള്ള പശ്ചാത്തലമുള്ള ഒരു ഗോത്രമാണ് സാന്താൾ ഗോത്രം. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്നൊരു ഗോത്രം. വെളിയിൽ നിന്ന് ഒരാളെപ്പോലും അവരുടെ ഉള്ളിലേക്ക് അവർ കയറ്റാറില്ല. കല്യാണങ്ങൾ പോലും അവർ തമ്മിലേ നടക്കാറുള്ളൂ. വെളിയിൽ ഒരു ജനവിഭാഗമായിട്ട് ഒരു കൂട്ടം ഇല്ലാത്തൊരു ഗോത്രം. അപ്പോൾ ഈ DVC എന്ന് പറയുന്ന കോർപ്പറേഷൻ്റെ കീഴിൽ അവരെല്ലാം കൽക്കരി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബുധിനിയും അതേ കൂട്ട് തന്നെയായിരുന്നു. കുഞ്ഞായിരുന്നപ്പം തൊട്ട് ബുധിനിക്ക് എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ചിന്താഗതി നമുക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ ആചാരപ്രകാരം വാദ്യങ്ങളൊന്നും സ്ത്രീകൾ വായിച്ചുകൂടാ. പക്ഷേ ബുധിനി ആരും കാണാതെ പശുവിനെയൊക്കെ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഈ വാദ്യങ്ങളെല്ലാം വായിക്കും. അപ്പം ഈ നോവലിൽ പറഞ്ഞു വരുന്നതെന്ന് പറയുമ്പോൾ ബുധിനി ഇത് വായിക്കുന്ന സമയത്ത് ഈ ആടുമാടുകളില്ലേ, ഇവരെല്ലാം ഇതിങ്ങനെ കേട്ട് അലിഞ്ഞിരിക്കും. ബുധിനി ആരും ഒന്നും പറയാറില്ലായിരുന്നു, കാരണം എല്ലാവർക്കും ബുധിനി അത്രയ്ക്ക് കാര്യമായിരുന്നു. പക്ഷേ സംഭവങ്ങളെല്ലാം മാറുന്നതെന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡാം പണി വരുന്നു. അപ്പം ഡാം പണി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കൊഴിഞ്ഞു പോകണമല്ലോ. അപ്പം വികസിതമായിട്ടുള്ളൊരു സമൂഹമല്ല അവിടെ, തികച്ചും ഗോത്രങ്ങളാണ് താമസിക്കുന്നത്. അവർക്ക് വേറെ ജോലികളൊന്നുമില്ല, അവരെന്ത് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ അവർ ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിയൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ അവർക്കത് മനസ്സിലാവുന്നില്ല. ഡാം കെട്ടുന്നത് നല്ലതാണെന്നറിയാം, പക്ഷേ അത് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള കാര്യം അവർക്കറിയില്ല. ഡാം കെട്ടുന്നു, പതിയെ 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 ജലനിരപ്പ് ഉയരുന്നു. അങ്ങനെ ഉയർന്ന് ഇവരുടെ ഗ്രാമങ്ങളെല്ലാം വെള്ളത്തിലാവുന്നു. ഇവർ പോന്നു, വെളിയിലോട്ട് പോന്നു. പിന്നെ അവരുടെ ജീവിതം, അതിൽ നിന്ന് ഈ ബുധിനി മെയ്ജാൻ എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കുക, അതൊക്കെയാണ് ഈ നോവലിൽ പറയുന്നത്. ഈ ബുധിനിയുടെ കാര്യം പറയാമെന്ന് പറയുമ്പോൾ ഒരു സമയത്ത് നമ്മളെല്ലാവരും കണ്ടൊരു ചിത്രമായിരിക്കും. ഈ ചിത്രമില്ലേ, ഇത് നമ്മൾ കുറേ പേരെങ്കിലും ഹിസ്റ്ററി ടെസ്റ്റുകളിൽ കണ്ടിട്ടുണ്ടാകും. ഒരു ഗോത്ര വനിത ഒരു ഡാം ഉദ്ഘാടനം ചെയ്യുന്നത്. അതെ, അത് ഇവർ തന്നെയാണ്, ബുധിനി. ഇവരെ തന്നെയാണ് നെഹ്റുവിൻ്റെ ട്രൈബൽ വൈഫ് എന്ന് എല്ലാവരും വിളിച്ചുകൊണ്ട് അന്നൊരു ക്യാപ്ഷൻ കൊടുത്തിരുന്നത്. അതിനൊരു കാരണമുണ്ട്. സാന്താൾ വിഭാഗത്തിൻ്റെ വിശ്വാസം പ്രകാരം ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു മാല അണിയിക്കുകയാണെങ്കിൽ അവരുടെ കല്യാണം കഴിഞ്ഞു എന്നാണ്. അതായത് അയാൾ അവരുടെ ഭർത്താവുന്നു എന്നാണ്. അപ്പോൾ ബുധിനിയെ മാല ഇടാനുണ്ടായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DVC എന്ന് പറയുന്ന കോർപ്പറേഷനിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാമിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി. നിർഭാഗ്യവശാൽ 15 വയസ്സുള്ള ബുധിനിയായിരുന്നു അത്. ബുധിനി ചെല്ലുന്നു, ബുധിനി ഡാമിൻ്റെ കമ്മീഷനിങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തുന്നു. അപ്പോഴാണ് അറിയുന്നത് മാല ഇടണമെന്ന്, അതായത് പ്രധാനമന്ത്രി നെഹ്റുവിന് മാല ഇടണമെന്ന് ബുധിനി അറിയുന്നത്. ബുധിനിക്ക് വിസമ്മതിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ബുധിനി മാലയിടുന്നു. അപ്പോഴത്തേക്ക് മാലയിട്ടു. ആ ഒരു ചിത്രം രാജ്യം ഫുള്ള് വ്യാപകമായിട്ട് പ്രസ്സുകളിലെല്ലാം പ്രസിദ്ധീകരിച്ചു. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു വന്നു. പക്ഷേ അതിന് ശേഷമാണ്, ഈ ഒരു സംഭവത്തിന് ശേഷം ബുധിനിയുടെ ജീവിതം ഭയങ്കര ദുരിതപൂർണ്ണമാകുന്നു. ബുധിനി അവരുടെ ഗോത്രത്തിൽ, അതായത് അവരുടെ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഗ്രാമത്തലവൻ പറയുന്നു, നീ മറ്റൊരാളെ കല്യാണം കഴിച്ചു, നിനക്ക് ഇനി ഈ ഗ്രാമത്തിൽ താമസിക്കാൻ അവകാശമില്ല, നീ നമ്മുടെ സമൂഹത്തെ ഒറ്റുകൊടുത്തു എന്നൊരു രീതിയിൽ ബുധിനിയെ അവിടുന്ന് അടിച്ചു പുറത്താക്കുന്നു. അതായത് ഇനി ഒരാളുമായിട്ടും ഒന്നും പറ്റാത്തൊരവസ്ഥ. സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണത്തിന് പോകാൻ പറ്റില്ല, അങ്ങനെ ഒന്നും പറ്റാത്തൊരവസ്ഥ.
അങ്ങനെ ബുധിനിയെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുന്നു. പതിയെ ബുധിനിക്ക് ഈ DVC കോർപ്പറേഷനിലുള്ള ജോലിയും പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ബുധിനിയുടെ ഒരു വിവരവുമില്ലായിരുന്നു. ഇടയ്ക്കൊരു മേജർ മീഡിയ അവർ മരിച്ചു എന്ന് പറഞ്ഞ് വരെ വാർത്ത കൊടുത്തിരുന്നു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് ബുധിനി അന്വേഷിച്ചു പോകുന്നതും അവരെ കണ്ടെത്തുന്നതും അവരുടെ ജീവിതമെല്ലാം അറിയുന്നതും. കുറേ നാളുകൾക്ക് ശേഷം രാജീവ് ഗാന്ധി അറിയുന്നു ബുധിനിയുടെ ജീവിതം. അങ്ങനെ രാജീവ് ഗാന്ധി ഇടപെട്ടിട്ടാണ് പിന്നെ DVC കോർപ്പറേഷനിൽ പിന്നെയും ബുധിനിയെ ജോലിക്കെടുക്കുന്നത്. അങ്ങനെ കുറേ നാളുകൾ കഴിയുന്നു. ഇതായിരുന്നു ബുധിനിയുടെ കഥ. ഇതാണ് ഞാൻ പറഞ്ഞ നോവൽ ബുധിനി. DC ബുക്സ് പബ്ലിഷ് ചെയ്തേക്കുന്ന നോവലാണ്. ഇതിൽ കൂടെ സാറാ ജോസഫ് കാണിക്കുന്നത് ആർക്കൊക്കെയോ വേണ്ടി വികസനത്തിനായി സ്വന്തം വീടും കൂടുമെല്ലാം ഉപേക്ഷിച്ച് പുറന്തള്ളപ്പെട്ട ആരാലും വേണ്ടാത്ത ഒരു അവസ്ഥയിലെത്തുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ കഥ. പിന്നെ തീർച്ചയായിട്ടും ബുധിനിയുടെ കഥയും. അപ്പോൾ ഈ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുധിനി ബൈജാൻ എന്ന് പറയുന്ന ആ വ്യക്തി, ആ സ്ത്രീയെ അന്വേഷിച്ചുകൊണ്ടുള്ളൊരു യാത്രയായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സ്ഥലത്തുനിന്ന് മാറിപ്പോയ ആളുകളുടെ ജീവിതം. അതായത് കാടിനെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗമാണ്. അവർക്ക് വെളിലോകമായിട്ടൊന്നും വലിയ ബന്ധമില്ല. എന്നിരുന്നാൽ പോലും വികസനങ്ങൾ അവരുടെ നാട്ടിലേക്കും എത്തുന്നുണ്ട്. അതായത് ഈ സാന്താൾ വിഭാഗത്തിന് കയ്യിൽ ഇങ്ങനെ മൺവളകൾ ഇടുന്നൊരു ആചാരം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി കുപ്പിവളകളാവുന്നു. അതൊക്കെ വലിയ വികസനമാണ് അവർക്ക്. അതേകൂട്ട് തന്നെ മൺപാത്രങ്ങൾ മാറി സ്റ്റീൽ പാത്രങ്ങൾ വരുന്നു. അങ്ങനെ ഒരു ആധുനികത ഇങ്ങനെ അതിക്രമിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിലേക്കാണ് ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നതും. പതിയെ ഈ ഡാമിൻ്റെ പണി കഴിയുന്നു. അപ്പോൾ പണി ചെയ്യുന്നതും ഈ ഗ്രാമത്തിലുള്ളവർ തന്നെയാണ്. കാരണം അവർക്ക് അറിഞ്ഞൂടാ ഡാം പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കിടപ്പാടം പോകുമെന്ന്. അവർക്കത് മനസ്സിലാവുന്നില്ല, പറഞ്ഞു കൊടുക്കാൻ വേറെ ആരുമില്ല. ഇവിടുത്തെ റൂറലായിട്ടുള്ള പൊളിറ്റീഷ്യൻസും അധികാരികളും എല്ലാം ചേർന്ന് ഇവരെ പറ്റിക്കുകയാണ്. ഇവർക്ക് ജോലി കൊടുക്കാമെന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ടും കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചവർക്ക് പെട്ടെന്ന് കുറച്ച് കൂലി കൂടുതൽ കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ഡാം പണിയിലേക്ക് കടക്കും. കൃഷിയെ പാടെ ഉപേക്ഷിക്കും. കുറച്ച് ആളുകൾ മാത്രം കൃഷിയെ ഇങ്ങനെ കൊണ്ട് നടക്കും. ബാക്കി എല്ലാവരും ഡാമിൻ്റെ പണിക്ക് പോകും. അങ്ങനെ ഡാമെല്ലാം കെട്ടി ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു. പിന്നാണ് മനസ്സിലാവുന്നത് മഴക്കാലം എത്തുമ്പം നദി കര കവിഞ്ഞൊഴുകുമായിരുന്നു. പക്ഷേ ഇപ്പം നദി കര കവിഞ്ഞൊഴുകുന്നില്ല. പകരം വെള്ളം കയറി വരുവാണ്. അങ്ങനെ താഴെയുള്ള ഗ്രാമങ്ങളെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി തുടങ്ങും. പതിയെ ആളുകൾക്ക് മനസ്സിലാവും ഇനി നമുക്കിവിടെ നിന്നാൽ ജീവിക്കാൻ പറ്റില്ല, എങ്ങോട്ടേലും പോകണമെന്ന്. അവർ സ്വാഭാവികമായിട്ടും അവർക്ക് ജോലി കൊടുത്ത ആളുകളുടെ അടുത്തേക്കില്ല. പക്ഷെ അവരങ്ങ് കൈയൊഴിയും. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. എല്ലായിടത്തും വികസനത്തിന് ബലിയാടുകളാവുന്ന ഒരു കൂട്ടം എപ്പോഴും ഉണ്ടാവില്ല. അങ്ങനെ അവർ കൈയൊഴിയും. അവസാനം ഇവർ പല വഴിക്കായിട്ട് പോവുകയാണ്. കിട്ടിയതെല്ലാം എടുത്തുകൊണ്ട് പലരും പല വഴിക്ക് പോയി. പലർക്കും താമസിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല. കൃഷി ചെയ്ത് രാജാക്കന്മാരെ കൂട്ടി ജീവിച്ചിരുന്ന ഒരു ജനത നഗരത്തിൽ ചെന്ന് പിച്ചയടക്കേണ്ട ഒരവസ്ഥയാവുന്നുണ്ട്. അത് നമുക്ക് ഈ നോവലിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇത് കണ്ടപ്പോൾ ഈ നോവൽ വായിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വെള്ളപ്പൊക്കം കാരണം സഹായിക്കണമെന്നും പറഞ്ഞ് കുറേ ആളുകൾ ഇങ്ങനെ വീടുകളിൽ വരുമായിരുന്നു. ഇത് വായിച്ചപ്പോൾ എനിക്ക് ആ കാര്യം ഓർമ്മ വന്നു. കാരണം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വെള്ളപ്പൊക്കം ഉണ്ടായ കാര്യവും എന്തുകൊണ്ടാണ് അവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടത് ഉണ്ടായ കാര്യങ്ങളെല്ലാം. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അന്ന് അങ്ങനെ വരുന്ന ആളുകളെ ഇത് വായിച്ചപ്പോഴാണ് അവരുടെ ഒരു വിഷമവും അവരുടെ ദുഃഖവും മനസ്സിലാവുന്നത്. പതിയെ ഇവർ വെളിയിലേട്ടൊക്കെ പോന്നു. ഇവർക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് ഇവർക്കൊന്നും അറിയില്ലല്ലോ, വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ലോ. ഇവർ കിട്ടിയ ജോലിയെല്ലാം ചെയ്ത് മക്കളെ എങ്ങനെയും വളർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നു. പക്ഷേ എല്ലായിടത്തു നിന്നും ഇവരെ അടിച്ചോടിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇവരുടെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് ഈ നോവലിൽ കൂടെ കാണിക്കുന്നത്. കൂടാതെ ബുധിനി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ജീവിതമാണ് സാറാ ജോസഫ് ഈ നോവൽ കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നോവൽ വായിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ചിന്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം, ഇപ്പം എൻ്റെ ഈ വീട് തന്നെ, നാളെ പെട്ടെന്നൊരു ദിവസം ഇവിടെ ഒരു ഡാം കെട്ടുന്നു. ഓക്കെ, ഡാം കെട്ടുന്നു, നല്ലതൊക്കെയാണ്. നിങ്ങളുടെ വസ്തുവകകളെല്ലാം പോകുന്നു, പെട്ടെന്ന് വെള്ളം വരുന്നു, എല്ലാം മുങ്ങിപ്പോകുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നിങ്ങളെ സഹായിക്കേണ്ട ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളെ ഇതിനു വേണ്ടി സഹായിച്ച് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം വേറൊരു നാട്ടിൽ, അന്യൻ്റെ ഒരു നാട്ടിൽ പോയി ഒരു പിച്ചക്കാരനെ കൂട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്തായിരിക്കും അല്ലേ?
ചില ജീവിതങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വായിക്കുമ്പോൾ കരച്ചിലൊക്കെ വരുമെങ്കിലും അത് സ്വന്തം ലൈഫിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ്ഫുള്ളാണെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ നോവൽ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് കണ്ട ആളുകൾ, അവരുടെ മുഖമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ രാജ്യം വികസനം 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 എന്നും പറഞ്ഞ് മുന്നേറുന്നുണ്ട്. പക്ഷേ ഈ വികസനം ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ആളുകളുടെ ജീവിതം നശിക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ളൊരു പ്രോപ്പർ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ആരും അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അതല്ലേ? അപ്പോൾ വളരെ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ നോവൽ അവസാനിച്ചത് എൻ്റെ മനസ്സിൽ. അപ്പോൾ നല്ലൊരു നോവലാണ് ബുധിനി എന്ന് പറയുന്നത്. വായിക്കാൻ സമയമുള്ളവർക്ക് തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. നമ്മുടെ ചിന്താഗതികളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ഒന്ന് വിലയിരുത്താൻ പറ്റുന്നൊരു അവസരമാണ് ഈ ബുക്കിലൂടെ സാറാ ജോസഫ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ സാറാ ജോസഫിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിലെ ഫസ്റ്റ് ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ രൂപം കൊടുത്തതിൻ്റെ പിന്നിലും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സാറാ ജോസഫ്. അപ്പം നല്ലൊരു റൈറ്ററും കൂടാണ്. സോ പറ്റുന്നവരൊക്കെ ഈ ബുക്കൊന്ന് വായിച്ചു നോക്കുക. DC ബുക്സാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. 400 രൂപ അടുപ്പിച്ചേ വരുന്നുള്ളൂ. ഏറെക്കുറെ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ലൈബ്രറികളിലെല്ലാം ഈ ബുക്ക് ഉണ്ടാകും. എനിക്കിത് റെയറായിട്ട് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. രസത്തിന് വായിച്ചു തുടങ്ങിയതാണ്. പക്ഷേ ഇത് വായിച്ചു തീർക്കാൻ എനിക്ക് ഒരു ദിവസം പോലും വേണ്ടി വന്നില്ല. അത്രയ്ക്ക് ക്യാച്ചി ആയിട്ടുള്ള സംഭവമായിരുന്നു ഈ ഒരു സ്റ്റോറിയിലെ. സോ തീർച്ചയായിട്ടും വായിക്കുക. പിന്നെ ഒന്ന് ഓർക്കുക, ബുധിനി എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറൊന്നുമല്ല. അവർ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരുടെ സമൂഹത്തിന് ഏറ്റവും ഒരു മുറിപ്പാടാണ് ഈ നോവലിൽ കൂടെ സാറാ ജോസഫ് വിളിച്ചു പറയുന്നത്. സോ വായിക്കാൻ പറ്റുന്നവരൊക്കെ വായിക്കുക. നല്ലൊരു നോവലാണ്. നല്ല നോവലെന്നല്ല, ജീവിതമുള്ള ഒരു നോവലാണ്. അപ്പം പറ്റുന്നവരൊക്കെ ഒന്ന് വായിക്കുക. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. നല്ല ലാംഗ്വേജാണ്. അങ്ങനെ ഭയങ്കര ചിന്തിപ്പിച്ച് കുഴപ്പിക്കുന്ന ഭാഷയൊന്നുമല്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. ലൈബ്രറീസിലെല്ലാം ഉണ്ടാകും. ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ ബുക്കുകളായിട്ടും കിട്ടും. അപ്പം പറ്റുന്നവരൊക്കെ വായിച്ചു നോക്കുക. നല്ലൊരു ബുക്കായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഇത് വായിച്ച സ്ഥിതിക്ക് ഇതിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ ഒരു 4.5 കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ബുധിനിയുടെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.